കുഴപ്പമില്ല. രണ്ടു വാക്ക് എങ്ങനെയുണ്ട്? എന്താണ് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കമൽഹാസൻ എവിടെ ഇருக்கு? സൂപ്പർ യങ് മാൻ. കാരണം എന്താണ്? കുറച്ച് മാസ് ഓവറായി പോയാ. കാരണം സെയിം പാറ്റേൺ കഥയാണ്, ക്ലീശ കാര്യങ്ങളാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ സെയിം മേക്കിംഗ് സ്റ്റൈലൊക്കെ വെച്ചിട്ട് ഒരു കാര്യമില്ല. ഇത് മാറ്റി പിടിക്കണം. പിന്നെ അകപ്പാടുള്ളത് അനിരുദ്ധിൻ്റെ ബീജ് അതുകൊണ്ട് പിന്നെയും കണ്ടുകൊണ്ടിരിക്കാം. പിന്നെ തേർഡ് പാർട്ടിൻ്റെ ഒരു ഗ്ലിംസ് ഉണ്ട്, പക്ഷെ അതൊന്നും കാണാനും നിന്നില്ല. എല്ലാവരും ബിക്കോസ് സ്ക്രിപ്റ്റ് വളരെ വീക്കാണ്. ശങ്കറിൻ്റെ ഒരു സ്റ്റൈലിഷ് മേക്കിങ്ങും സീൻ റിച്ച്നെസ്സൊക്കെ ഓക്കെയാണ്. പക്ഷേ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് സ്ക്രിപ്റ്റാണ്. ബിക്കോസ് ശങ്കറിൻ്റെ മുൻകാല സിനിമകളിൽ ശങ്കറിൻ്റെ ഒരു റൈറ്റിംഗ് കമ്പാനിയൻ എന്ന് പറയുന്ന സുജാത, അദ്ദേഹം മരിച്ചതിന് ശേഷമുള്ള പിന്നീടുള്ള സിനിമകളുടെ ഒരു പ്രശ്നം തന്നെയാണ് ഇതിനകത്തുള്ളത്. എനിക്ക് തോന്നുന്നു അതിന് ശേഷം മദൻ കർക്കി, ബാലമുരുകൻ അവരെ വെച്ചാണ് സ്ക്രിപ്റ്റ് കമ്പാനിയൻ, ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഒരു കമ്പാനിയൻ ഓഫ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഡയലോഗ്സ്. അത് അവർ ഇതിൻ്റെ ഇന്ത്യൻ്റെ ഫസ്റ്റ് പാർട്ടിൻ്റെ ഒരു മെയിൻ കരുത്തെന്ന് പറയുന്നത് അതിൻ്റെ ഡയലോഗ്സിൻ്റെ പവർഫുൾ ആയിട്ടുള്ള ഡയലോഗ്സ് ആയിരുന്നു. വളരെ ഡെപ്തുള്ള ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു. പക്ഷേ ഇതിനകത്തുള്ള ഒരു മെയിൻ പ്രശ്നം അത് തന്നെയാണ്. അപ്പോൾ സ്ക്രിപ്റ്റ് തന്നെയാണ് വിഷയം ഫോർ തേർഡ് പാർട്ട്. കമൽഹാസൻ എങ്ങനെയുണ്ട്? ഇന്ത്യൻ മണ്ണെടുത്ത് അതിൽ നിർത്തിയാൽ മതിയായിരുന്നു. ചുമ്മാ സിനിമയെന്ന് പറഞ്ഞ് ഇതൊക്കെ എടുത്ത് കൂട്ടി സെൻസർ ബോർഡ് എന്തൊക്കെയോ കുറേ ഇമ്പോർട്ടൻറ്റ് കട്ട് ചെയ്ത് കളഞ്ഞാൽ കമൽഹാസനൊക്കെ ആ ഏരിയ ഫുള്ളും കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. സിദ്ധാർത്ഥിൻ്റെ അടിപൊളി ഒരു പടം കിട്ടിയായിരുന്നു. സിദ്ധാർത്ഥ് വെരി നൈസ്. അത് ഉള്ളതുള്ളവരെ പടം. അനിരുദ്ധിൻ്റെ BGM സ്ഥിരം സാധനമൊക്കെ ആണെങ്കിൽ പോലും അതിങ്ങനെ എസ്കലേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ ചുമ്മാ ഒരു ക്യാരക്ടർ, ഇന്ത്യൻ മണ്ണിൽ ഒരു ക്യാരക്ടറിനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊണ്ടുവന്ന് അയാളായിട്ട് നശിപ്പിച്ച് നാമാശേഷം ഇനിയിപ്പോൾ ഇന്ത്യൻ 3 വരുന്നു എന്നൊക്കെ പറഞ്ഞു. വെറുതെ ചുമ്മാ ഒരു പടം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളെയും പോലെ തന്നെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പെർഫോമൻസും പിന്നെ ഈ എന്താ പറയുന്നത് ടെക്നോളജി ഏറ്റവും നന്നായിട്ട് ഉപയോഗിച്ച സിനിമയാണ്. അപ്പോൾ ഇന്ത്യയിൽ പൊതുവെ ഇന്ത്യൻ സിനിമകളിൽ നമ്മളങ്ങനെ കാണാത്തൊരു സാധനമാണ്. അത് ഈ സിനിമയിൽ നന്നായിട്ട് ഇതിനുള്ള എന്തോ ചെറിയ പടം ഈ പടം ഡയറക്റ്റ് 3 ഇറക്കിയിരുന്നേ കൊള്ളായിരുന്നു. പെർഫോമൻസ് ഒക്കെ എവിടെ? ആവറേജിന് താഴെ ഉള്ളൂ. പ്രത്യേകിച്ച് ഒരു തൃപ്തിയും വന്നിട്ടില്ല. കാരണം ഇന്ത്യൻ ഒന്ന് നമ്മുടെയൊക്കെ മനസ്സിനകത്ത് എത്രയും നിറഞ്ഞു നിൽക്കുന്ന ഒരു സിനിമയാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഇത് പ്രത്യേകിച്ച് യാതൊരു ഫീലിങ്സും ഇല്ല. കുറേ അഴിമതി കാണിക്കുന്നു, അതിനെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ, കുറേ സംഭവങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ച് കാണിക്കുന്നു. ആക്ടിങ് ഒക്കെ കൊള്ളാം. പടം സ്ക്രീൻ പ്ലേ ഒക്കെ കൊള്ളാം. പൊളിച്ച് പടം പൊളിച്ച്. വേറെ ചാനലാണോ? പടം ഓവറോൾ സ്ക്രിപ്റ്റ് കുറച്ച് വീക്കാണ്. പക്ഷേ അവർ എടുത്തിരിക്കുന്ന തീം നല്ലതാണ്. ആ ഒരു തീമാണ് എനിക്ക് ഇഷ്ടപ്പെട്ട. ഓവറോൾ പാട്ടുകളൊന്നും പോരാ, പാട്ടുകളൊക്കെ ബെറ്റർ ആവുമായിരുന്നു ഡെഫിനറ്റ്ലി. ഫസ്റ്റ് പാർട്ടിലെ പാട്ടുകളൊക്കെ വളരെ നല്ലതാണ്. അത് നോക്കുമ്പോൾ ഇതിലെ പാട്ടുകളൊന്നും പോരാ. പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് വീക്ക് സ്ക്രിപ്റ്റാണ്. അത് പറഞ്ഞ കാര്യം തന്നെ പിന്നെയും പറയുന്ന പോലെയുണ്ട്. അതുകൊണ്ട് പക്ഷേ ഓവറോൾ എടുത്തിരിക്കുന്ന രീതിയൊക്കെ നല്ലതാണ്. എങ്ങനെയുണ്ട് പടം? ആർ.കെ. നാരായണന്റെ കാർട്ടൂൺ ക്യാരക്ടർ, അതെ, അത് നന്നായി ചെയ്തിട്ടുണ്ട്. ആർ.കെ. നാരായണന്റെ കാർട്ടൂൺ ക്യാരക്ടർ അതിനകത്ത് ഡെപിക്ട് ചെയ്യുന്നുണ്ട്. ഒരു കോമൺ മാൻ ഡെപിക്ട് ചെയ്യുന്നത്, അത് നന്നായി ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ 3 വേണ്ടി കാത്തിരിക്കുകയാണോ? ഡെഫിനറ്റ്ലി കാണും. പക്ഷേ ഫസ്റ്റിൻ്റെ അത്രയും ഇത് ഞാൻ കണ്ട അത്രയും പ്രതീക്ഷയില്ല. പക്ഷേ ഡെഫിനറ്റ്ലി കാണും. ഇന്ത്യൻ 3 കാണും.